മെയ് 4 സായാഹ്നം, അതായത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുന്ന ദിവസം എല്ലാവരും ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് മലപ്പുറം ജില്ലയിലെ തവനൂരിലെ KT ജലീൽ നാലാം അംഗത്തിനിറങ്ങിയ തവനൂര്. അതുപോലെ UDFിൻ്റെ എതിർ സ്ഥാനാർത്ഥിയായി UDFിൻ്റെ DCCയുടെ കോൺഗ്രസിൻ്റെ ജില്ലാ അധ്യക്ഷൻ VS ജോയ് മത്സരിക്കുന്ന തവനൂര്. ആ തവനൂരിലെ 2026 എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് ഒറ്റ വാക്കിൽ തവനൂര് 2026 VS ജോയ് തൂക്കും എന്നുള്ളതാണ്. വളരെ കൃത്യമായിട്ട് ഈ നാലാം മൂഴം KT ജലീലിനെ സംബന്ധിച്ചിടത്തോളം തോൽവിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ട് കേട്ടോ. കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് അവിടുത്തെ പോളിംഗ് ശതമാനം തന്നെയാണ് ആദ്യത്തെ കാരണം എന്ന് പറയുന്നത്. പോളിംഗ് ഒരു പടി 2021 അപേക്ഷിച്ച് SIR നടപ്പിലാക്കിയിട്ട് പോലും ഒരു പടി മുന്നിൽ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോളിംഗ് ശതമാനത്തിലെ വർധന ഏകദേശം ഒരു 3%, 4% വർധനവ് പോളിംഗിൽ 2021 അപേക്ഷിച്ച് 2026 ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഈ പോളിംഗിൽ വർധനവുണ്ടായാൽ എങ്ങനെയാണ് VS ജോയ് വിജയിക്കുക എന്ന് ചോദിച്ചാൽ അതിന് പല കാരണങ്ങളുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ ചില മണ്ഡലങ്ങളിൽ 2021 അല്ലെങ്കിൽ മുൻപുള്ള പല തെരഞ്ഞെടുപ്പുകളിലും ഉണ്ടായിട്ടുള്ള ഒരു പ്രതിഭാസം എന്ന് പറയുന്നത് കോൺഗ്രസും ലീഗും തമ്മിൽ വലിയ അസ്വാരസ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും എന്നുള്ളതാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ലീഗ് അകമഴിഞ്ഞ് പിന്തുണക്കുന്ന ഒരു ഘട്ടം പല പ്രാദേശിക കാരണങ്ങൾ കൊണ്ട് പല മണ്ഡലങ്ങളിലും മലപ്പുറം ജില്ലയിലെ മണ്ഡലങ്ങളിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. പല രീതിയിൽ പ്രാദേശികമായിട്ട് കോൺഗ്രസും ലീഗിലും ഉണ്ടായ പല അസ്വാരസ്യങ്ങൾ കാരണം, പല വിള്ളലുകൾ കാരണം അതുണ്ടായിട്ടുണ്ട്. അത് തവനൂർ മണ്ഡലത്തിൽ കഴിഞ്ഞ പല ഘട്ടങ്ങളിലായിട്ട് അത് വളരെ പ്രതിഫലിച്ച് നിൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ 2026 ഈ ഒരു കോൺഗ്രസ് UDFിനകത്ത് വലിയ ഒരു ഐക്യം എല്ലാ ജില്ലകളിലും എല്ലാ മേഖലകളിലും ഉണ്ട്. അത് തവനൂരിൽ പ്രത്യേകിച്ചുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളൊക്കെ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ അത്തരത്തിലുള്ള ഒരു അസ്വാരസ്യങ്ങളും തവനൂരിൽ അടക്കം ഇല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇതാണ് ഇതിൻ്റെ ഏറ്റവും ബാക്ക് ബോൺ എന്ന് പറയാവുന്ന ഒരു മർമ്മപ്രധാനമായ കാരണം. തദ്ദേശ തെരഞ്ഞെടുപ്പ് 2025 നടന്നിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്, ആ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തവനൂരിലെ എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും എല്ലാ പഞ്ചായത്തുകളും UDFന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ UDF അധികാരത്തിലെത്തി എന്നുള്ളതാണ്. LDF ഭരിച്ചിരുന്ന പല പഞ്ചായത്തുകളും പിടിച്ചെടുക്കുകയും തവനൂർ മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും UDFന് അധികാരത്തിലേക്ക് എത്താൻ സാധിച്ചു എന്നുള്ളതും വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പും അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പും തമ്മിൽ വലിയ ഗ്യാപ്പില്ല, വലിയ അന്തരമില്ല. രണ്ടും, ഒന്ന് 2025 ഡിസംബറിൽ നടന്നുവെങ്കിൽ മറ്റേത് 3 മാസങ്ങൾക്കിപ്പുറം 4-ാം മാസത്തിൽ 2026 ഏപ്രിൽ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിലിൽ നടന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ 4-ാം മാസം 3 മാസം കഴിഞ്ഞ് 10-ാമത്തെ ദിവസം 9-ാമത്തെ ദിവസം എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തവനൂർ മണ്ഡലം, അവിടെ അന്ന് ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിരുന്ന അബ്ദുൾ സമദാനിക്ക് തവനൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് മാത്രം 18,000-ലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടാൻ സാധിച്ചു എന്നുള്ളതാണ്. 18,000-ലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടാൻ സാധിച്ചു. ആ 18,000 വോട്ടിൻ്റെ ആ ഭൂരിപക്ഷം തന്നെയാണ് തവനൂരിലെ 8 പഞ്ചായത്തുകൾ, എല്ലാ പഞ്ചായത്തുകളും ഈ തവണ UDFന് അനുകൂലമായി വിധി എഴുതിയത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. എന്ന് പറഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ട്രെൻഡ് തദ്ദേശ തെരഞ്ഞെടുപ്പിലും ആ ട്രെൻഡ് തുടർന്നു
എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അത് കഴിഞ്ഞ് ഏകദേശം 2 വർഷങ്ങൾക്കിപ്പുറം നടന്ന 2025 ലാസ്റ്റിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതേ ട്രെൻഡ് തുടർന്നു, UDF അനുകൂലമായുള്ള ട്രെൻഡ് തുടർന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ എന്താ ഇതൊക്കെ പറയുമ്പോൾ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടത് എന്ന് പറഞ്ഞാൽ 2011 തവനൂർ മണ്ഡലം ഉണ്ടാകുന്നത്. ആ 2011 തവനൂർ മണ്ഡലം ഉണ്ടായത് മുതൽ 2011 മുതൽ ഇങ്ങോട്ട് പിന്നെ ജലീൽ വന്നത് മുതൽ ജലീൽ മത്സരിച്ചു, വിജയിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഏറ്റവും റീസെൻ്റ് ആയിട്ട് 2021 ജലീൽ മത്സരിക്കുന്നു, വിജയിക്കുന്നു. 2021 ജലീൽ മത്സരിക്കുന്നു, വിജയിക്കുന്നു എന്ന് മാത്രമല്ല 2021 വിജയിച്ചതിന് പിന്നാലെ പിന്നെ ഒരു ഏകദേശം ഹാഫൊക്കെ കഴിഞ്ഞപ്പോൾ, ഒരു 2 വർഷം 2.5 വർഷം 3 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ ജലീൽ ഇനി ഞാൻ മത്സര രംഗത്തേക്ക് ഇല്ല എന്നുള്ള, ഇനി മത്സരിക്കുന്നില്ല എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മണ്ഡലത്തിൽ ഒരു അത്ര വലിയ ആക്റ്റീവ് അല്ലാത്ത ഒരു രീതിയിൽ ജലീൽ പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഒരു പൊതുവെ തവനൂർ മണ്ഡലത്തിൽ ഉയർന്നു വന്ന ഒരു അഭിപ്രായമാണ്. അപ്പോൾ അത് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് കണ്ടതാണ്. സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനം ഉണ്ടാകുന്നതിന് മുമ്പ് ജലീൽ ഞാൻ മത്സരിക്കാനില്ല എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറുന്നതൊക്കെ നമ്മൾ കണ്ടതാ. പിന്നെ തവനൂര് സ്വാഭാവികമായിട്ടും മലപ്പുറം ജില്ലയിൽ സ്ഥാനാർത്ഥികളില്ലാതെ കുഴങ്ങിയ CPM നമ്മൾ കണ്ടത്. അപ്പോൾ അത്തരത്തിലൊരു സിറ്റിംഗ് സീറ്റിൽ MLA മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ മത്സരിക്കാൻ അത്രത്തോളം ഒരു പ്രതീക്ഷയുള്ള ഒരു സ്ഥാനാർത്ഥിയെ കിട്ടില്ല എന്ന് കണ്ടതുകൊണ്ട് തന്നെയാണ് CPM എന്തൊക്കെയോ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ജലീലിനെ മത്സരിപ്പിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ ജലീൽ മത്സരിക്കാനില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയ ഒരു രംഗത്തിൽ നിന്നാണ്, ഒരു സിറ്റുവേഷനിൽ നിന്നാണ് ജലീൽ വീണ്ടും മത്സര രംഗത്തേക്ക് വന്നതും എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ ഈ ജലീലിന് ഉണ്ടായ ഒരു ചെറിയ ഒരു ഡ്രോബാക്ക് ഉണ്ട് തവനൂരിൽ, മലപ്പുറം ജില്ലയിൽ മൊത്തം എന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരു വർഗീയവാദി, ഒരു വർഗീയ വിഷജന്തു മലപ്പുറം ജില്ലയിലെ ജനതയെയും ഒന്നടങ്കം അധിക്ഷേപിച്ചപ്പോൾ അതിന് രാജാവിന് വേണ്ടി, കാരണം വെള്ളാപ്പള്ളി നടേശൻ രാജാവിൻ്റെ കയ്യിലെ, പിണറായി വിജയൻ്റെ കയ്യിലെ ആയുധമായിരുന്നു, RSS ഏൽപ്പിച്ച് നൽകിയ ആയുധമായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത്. ആ വെള്ളാപ്പള്ളി നടേശൻ ആ ആയുധത്തിനെ ന്യായീകരിക്കുന്ന, സപ്പോർട്ട് ചെയ്യുന്ന, പിന്തുണക്കുന്ന, കവചമൊരുക്കുന്ന വ്യക്തിയായി ജലീൽ മാറി. ജലീൽ ക്യാപ്സ്യൂളുകൾ വെള്ളാപ്പള്ളി നടേശന് അനുകൂലമായി, വെള്ളാപ്പള്ളി നടേശനെ പിന്തുണക്കുന്ന ക്യാപ്സ്യൂളുകൾ ഇറക്കുന്ന വക്താവായി മാറി എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ മലപ്പുറം ജില്ലയെ ഒന്നടങ്കം വെള്ളാപ്പള്ളി നടേശൻ അധിക്ഷേപിച്ചപ്പോൾ അതിനെ ന്യായീകരിച്ചുകൊണ്ട് ജലീൽ വന്നതും വലിയ രീതിയിൽ ജനങ്ങൾക്കിടയിൽ ചർച്ചകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഈ പറഞ്ഞ 2024 18,000 പരം വരുന്ന ഭൂരിപക്ഷം സമദാനിക്ക് തവനൂരിലെ 7 പഞ്ചായത്തുകളാണെന്ന് തോന്നുന്നു, 7 8 എന്താണെങ്കിലും അത്രയും പഞ്ചായത്തുകളിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് UDF അധികാരത്തിൽ വന്നു. 0 എന്ന് പറയുന്ന ലെവലിലേക്ക് ആര് പോയി? LDF പോയി എന്നുള്ളതാണ് തവനൂർ മണ്ഡലത്തിൽ. മാത്രവുമല്ല ജലീൽ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച തെരഞ്ഞെടുപ്പായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ്. ജലീൽ മുന്നിട്ടിറങ്ങി പ്രചരണങ്ങൾ നയിച്ച തെരഞ്ഞെടുപ്പായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ്. ആ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജലീലിൻ്റെ വാർഡിൽ പോലും LDF സ്ഥാനാർത്ഥി 8 നിലയിൽ പരാജയപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും വലിയ കാരണങ്ങൾ, ഇതാണ് കാര്യകാരണങ്ങൾ. ഇതുകൊണ്ടാണ് മെയ് 4 വൈകുന്നേരം തവനൂരിൽ മട്ടൻ ബിരിയാണിയല്ല, ആട് ബിരിയാണി തന്നെ ജോയിയുടെ വക വിതരണം ചെയ്യും എന്ന് പറയാനുള്ള കാരണം. അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കും, ആടാ മട്ടൻ എന്നൊക്കെ പറഞ്ഞാൽ ഒന്നല്ലേ? പക്ഷേ ആടും മട്ടനും ഒന്നായിരിക്കാം. പക്ഷേ മെയ് 4 തവനൂരിൽ വിതരണം ചെയ്യുന്നത് മട്ടൻ ബിരിയാണിയല്ല, ആട് ബിരിയാണിയാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് ചില പ്രതീകങ്ങളാണ്. ആ പ്രതീകങ്ങൾ അങ്ങനെ തന്നെ തുടരാൻ വേണ്ടിയിട്ട് തവനൂരിൽ ആട് ബിരിയാണി വിതരണമുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് എന്തുകൊണ്ട് ജലീൽ തോൽക്കും എന്നതിനുള്ള കാരണങ്ങളാണ്. ഈ കാരണങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് നടക്കുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമദാനിക്ക് കിട്ടിയ 18,000 പരം വരുന്ന ഭൂരിപക്ഷം തവനൂർ നിയോജക മണ്ഡലത്തിൽ മാത്രം. അതുപോലെ ആ ട്രെൻഡ്
2025 ഡിസംബറിൽ എന്ന് പറഞ്ഞാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഡിസംബർ ലാസ്റ്റ് 11-നാണ് നടക്കുന്നത്. 13 റിസൾട്ട് വന്നു. അപ്പോൾ ആ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആ ട്രെൻഡ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ അതേ ട്രെൻഡ് തവനൂർ നിയോജക മണ്ഡലത്തിൽ തുടർന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതാണല്ലോ തവനൂരിലെ 7 8 എത്ര പഞ്ചായത്തുകളാണെങ്കിലും അത്രയും പഞ്ചായത്ത് UDF തൂക്കി എന്നുള്ളതാ. 0 ആനമൊട്ടയായിരുന്നു LDF തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സമ്പാദ്യം എന്ന് പറയുന്നത്. അതും ജലീൽ മുന്നിൽ നിന്ന് നയിച്ച തദ്ദേശ തെരഞ്ഞെടുപ്പ്. തവനൂരിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ജലീലാണ് മുന്നിൽ നിന്ന് നയിച്ചത്. സ്റ്റാർ പ്രചാരകൻ LDF സ്റ്റാർ ക്യാമ്പയിനർ അത് ആരായിരുന്നു? സിറ്റിംഗ് MLA KT ജലീലായിരുന്നു. എന്നിട്ടും സ്വന്തം വാർഡിൽ പോലും 8 നിലയിൽ പൊട്ടി എന്നുള്ളതാ. പിന്നെ ഈ പറയുന്ന വലിയ ഒരു ഫാക്ടർ VS ജോയി എന്ന് പറയുന്ന DCCയുടെ അധ്യക്ഷനായിട്ടുള്ള VS ജോയി എന്ന് പറയുന്ന ഫാക്ടർ, അതും വലിയ അർത്ഥത്തിൽ വർക്കൗട്ടായി. പിന്നെ കോൺഗ്രസും ലീഗും തമ്മിലുള്ള വലിയ ഐക്യം. അപ്പോൾ ഈ ഘടകങ്ങളൊക്കെ ഒന്നിച്ച് വന്നപ്പോൾ ഉറപ്പായിട്ടും തവനൂരിൽ ആട് ബിരിയാണി തന്നെ മെയ് 4 ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇതാണ് കാര്യകാരണങ്ങൾ. കാരണങ്ങൾ ഇവയൊക്കെയാണ് എന്നുള്ളതാണ്.